സംഭവിച്ചത് ഇപ്പം നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇതിലൂടെ പണിക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്, ഇവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റാച്ചുകളും ഈ JCBകളും വരുന്നുണ്ട്. വന്ന് ഈ മണ്ണ് മാറ്റിയാലാണ് ഇതെന്താണെന്നുള്ളതിൻ്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വണ്ടികൾ കാണുന്നുണ്ട്. ഈ വന്ന വണ്ടികൾ, ടൂറിസ്റ്റുകൾ വന്ന വണ്ടികളാണെങ്കിലും ഇവിടുത്തെ പണിക്കാരുള്ളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. 3 ആളായിട്ട് ഇപ്പോൾ കിട്ടിയ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരെ നീക്കണമെങ്കിൽ JCB കൊടുക്കത്തണം. അവിടെ ആ ഭാഗത്ത് ഈ ചൂരൽമല ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇനി JCBകൾ വന്നിട്ട് വണ്ടികൾ ഈ മണ്ണ് മാറ്റിയാലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റും. ബസ് ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്, അതിൽ ആളില്ല എന്നാണ് ഇവിടുത്തെ പറയുന്നത്. ഇനി അവർ പോയിട്ട് ഡ്രൈവർ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയുന്നില്ല. JCB വന്നത് മണ്ണ് മാറ്റാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ആ കോലത്തിലാണ് ഇപ്പോൾ ഈ കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് ആരൊക്കെ ഉള്ളതെന്നൊന്നും പറയാനില്ല. പണിക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. JCB ഇറ്റാച്ചുകളൊക്കെ അത് അപ്പുറത്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. ഇതാണിപ്പോൾ അവസ്ഥ. അജിംസ്, അത് തന്നെയാണ്. ഇനിയിപ്പോൾ പൂർണ്ണമായിട്ടുള്ള വലിയ തരത്തിലുള്ള യന്ത്ര സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇനി അതിനടിയിൽ ആരെങ്കിലും ഉണ്ടോ, മറ്റേതെങ്കിലും വാഹനങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് വ്യക്തത വരികയുള്ളൂ. വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വലിയ തരത്തിൽ ഇവിടെ ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് നാട്ടുകാരുണ്ട്. അജിംസ്, പൈലിംഗിന്റെ പ്രവൃത്തികൾ ഈ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല. റോഡ് നിർമ്മാണം മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തുരങ്കപാത വന്ന് അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് പ്രധാന റോഡിലേക്ക് കടന്നു വരുന്നതിന് ആവശ്യമായ റോഡ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല ആ ഭാഗത്തേക്ക് ആവശ്യമായ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. മണ്ണ് ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല തുരങ്കപാതക്ക് ആവശ്യമായ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം ഇവിടെ നടന്നിരുന്നു. പൂർണ്ണമായി ആ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ റോഡ് നിർമ്മാണം, തുരങ്കം അവസാനിക്കുന്ന ഭാഗത്തേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ പ്രവൃത്തികളായിരുന്നു ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൈലിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകമ്പനമുള്ള ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു അപകടം ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യം, അതായത് വയനാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയ നാഴികക്കല്ലാവുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു ഈ തുരങ്കപാത എന്ന് പറയുന്നത്. ആ ഒരു പദ്ധതി പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. ഇനി 3 പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പൂർണ്ണമായും JCBയോ ഹിറ്റാച്ചോ ഒക്കെ എത്തിയെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് അജിംസ്, ഈ നേരത്തെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു പാലത്തിനോട് ചേർന്നുകൊണ്ട് ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഈ താഞ്ഞിലോട് മീനാക്ഷി ഭാഗത്ത് നിന്നുള്ള ആളുകൾ മേപ്പാടി ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമായിരുന്നു. ഈ പാലത്തിന് തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നത്. ആ പള്ളി ഇപ്പോൾ പൂർണ്ണമായും കാണുന്നില്ല. ഈ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വീടാണ്. ആ വീട് പൂർണ്ണമായും ഇപ്പോൾ തകർന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കള്ളാടി മീനാക്ഷി ഭാഗത്ത് നിന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, അത് നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കാണാത്തതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുക. കൂടുതലായിട്ട് ഇനി ഈ മണ്ണ് എത്തിയിട്ടുണ്ടെന്ന് താഴെ ഭാഗത്ത് നിരവധിയായിട്ടുള്ള വീടുകളുണ്ട്. 100 കണക്കിന് വീടുകൾ ഈ ഒരു ഭാഗത്ത് മാത്രമുണ്ട്. അപ്പൊ അവിടേക്ക് ഈ വെള്ളം എത്തിച്ചിട്ടുണ്ടോ, ചളി എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തത വന്നിട്ടില്ല. ആ ഭാഗത്തേക്ക് പോകുന്നതിന് നമുക്കൊരു പരിമിതിയുണ്ട്. പൂർണ്ണ ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാ ചെറുതായി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അജിംസ്, ഇനി ഏതെല്ലാം തരത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും